നമ്മുടെ ജീവിതം നമ്മുടെ കൂടെയുള്ളവരുടെ നന്മകളെ വളർത്തുന്നതാണോ അല്ലെങ്കിൽ തിന്മകളാണോ വളർത്തുന്നത്? കൂട്ടുകൂടുന്നത് തിന്മകൾ ചെയ്യാനാകരുത്, നന്മകൾ ചെയ്യാനായിരിക്കും. ആരെങ്കിലൊക്കെ ഒരാളുടെ കുറ്റം നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിലും കൂടി തിരിച്ചുവിടാൻ പറ്റണം. ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ഈ സാഹചര്യം കൊണ്ടായിരിക്കാം ആളങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു വിടാൻ. അല്ലാതെ കൂടുതൽ വിഷം ഇട്ട് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കൂടെയുള്ളവര് ഒന്ന് സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ച് നമുക്കൊന്ന് വചനം വായിച്ചാലോ, കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊന്ന് പള്ളിയിൽ പോയാലോ, അങ്ങനെ നന്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ ജീവിതങ്ങളൊക്കെ നന്മയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, കളകളും ഗോതമ്പും ഒരുമിച്ച് വളരട്ടെ. എന്തെങ്കിലും ചെറിയൊരു മാറ്റം അതിലൂടെ ഉണ്ടാകാൻ സാധ്യമാകും. അതിന് എൻ്റെ ഉള്ളിൽ നന്മയുണ്ടാകണം. എൻ്റെ ഉള്ളിൽ നന്മയുണ്ടാകുമ്പോഴാ എനിക്ക് എൻ്റെ കൂടെയുള്ളവരെയും കൂടി നന്മയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഉള്ളിൽ ദുഷ്ടതയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അതിന് സാധിക്കുകയില്ല. എനിക്ക് എൻ്റെ കൂടെയുള്ളവരെ നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാം.